നമസ്കാരം, ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്ന ഒരു പ്രേതാനുഭവ കഥയാണ്. ഞാൻ എൻ്റെ ചാനൽ കൂടി അധികമായിട്ടും പ്രേതാനുഭവ കഥകളും ജ്യോതിഷപരമായും വാസ്തുപരമായിട്ട് അത്യാവശ്യമുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം ഇന്ന് ഒരു പ്രേതാനുഭവമാണ് പറയുന്നത്. ഒരുപാട് പേര് ചോദിക്കുന്നതാണ്, പ്രേതാനുഭവങ്ങളെക്കുറിച്ച് അറിയാൻ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. എന്നാലത് ഭയപ്പെടാൻ വേണ്ടിയിട്ടാരും എൻ്റെ ഈ ചാനൽ കാണണ്ട. കാര്യം പ്രേതത്തിന് നമ്മൾ ഭയപ്പെടേണ്ടുന്ന കാര്യമില്ല. ഒരു അകലം പാലിക്കുക, അതിനോടൊപ്പം അതിനെ ഭയപ്പെടാതെയും ഇരുന്നാൽ പ്രേതങ്ങളൊന്നും നമ്മളൊന്നും ചെയ്യില്ല എന്നുള്ളതാണ്. അതിനുള്ളൊരു ഉത്തമ ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. അതിനുമ്പോൾ ഒരു കാര്യം കൂടി, നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന നമ്പർ ഉണ്ടല്ലോ, അതെൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിച്ചോളൂ. ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി. നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമായ തന്നെ മറുപടി ഒരാഴ്ചക്കുള്ളിൽ ഞാൻ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാതെ കേട്ടിട്ട് നമുക്ക് നേരിട്ട് സംസാരിക്കുകയും ചെയ്യാം. അപ്പം പ്രേതങ്ങളെന്ന് പറഞ്ഞാൽ അതിനെ ഭയപ്പെടേണ്ട കാര്യമില്ല. അതിന് നമുക്ക് എന്നെപ്പോലുള്ള ഒരാളിൻ്റെ സഹായം അല്ലെങ്കിലും മറ്റൊരു ആചാര രീതിയിൽ കൂടിയൊന്നും അല്ലാതെ അതിനെ നമുക്ക് അവഗണിച്ച് പോകാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. കാര്യം ഞാൻ ഈ പ്രേതബാധകൾ ഒഴിപ്പിക്കാനായിട്ട് വർഷങ്ങളായിട്ട് ഞാൻ ഇതിൻ്റെ പിന്നിൽ പോകുന്നതാണ്. അപ്പോൾ ഒരുപാട് പേർക്ക് ഇതുള്ള അനുഭവങ്ങൾ, പ്രേതത്തെ നേരിട്ട് കണ്ടിട്ടുള്ളവർ, പ്രേതം പാഞ്ഞു പോകുന്നത് കണ്ടവർ, അല്ലെങ്കിൽ പ്രേത അനുഭവങ്ങളൊക്കെ ഉള്ള മറ്റുള്ളവർക്ക് ബാധിച്ചിട്ടുള്ള സ്ഥലത്ത് പോയിട്ട് ഒന്നും ഏൽക്കാതെ ഒരു പ്രശ്നവുമില്ല തിരിച്ചു വന്നിട്ടുള്ളവരൊക്കെ ഉണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ മനസ്സാണ്, അവരുടെ മനസ്സിൻ്റെ ധൈര്യമാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം, പ്രേതാനുഭവങ്ങൾ വെച്ചാൽ പല വിധത്തിൽ നമ്മളെ പേടിപ്പിച്ചുകൊണ്ടൊക്കെ വരുന്നതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാനുള്ള, അത് സത്യസന്ധമായി മനസ്സിലാക്കി അതിനെ പ്രതിരോധിക്കാനുള്ള കഴിവ്, ഒരു ശക്തി നമുക്കുണ്ടെങ്കിൽ ഒരിക്കലും പ്രേതം നമ്മളെ പിടിക്കില്ല എന്നുള്ളതാണ്. അതിന് ഒരേ സംഭവം രണ്ട് വ്യക്തികളിൽ ഉണ്ടായപ്പോൾ വന്നുപോയ ചില സംഭവ വികാസങ്ങളെ കുറിച്ച് ഞാൻ പറയാം. ഇത് ഇപ്പം ഞാൻ ഈ പറയുന്നത് ഒരുപാട് വർഷത്തിന് മുമ്പ് ഞാൻ പോയി പരിഹരിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് ഇത് കണക്കൊരു കേസ് വന്നിരുന്നു. അത് ഇപ്പം വന്ന വ്യക്തി വേറൊരു ആവശ്യമായിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് അയാൾ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അയാൾക്കുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോഴത്തേക്കാണ് ഞാൻ ഈ പഴയ സംഭവം എനിക്ക് ഓർമ്മ വന്നതെന്നല്ല, ഞാനത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കായിരുന്നു അവതരിപ്പിക്കണമെന്നുള്ളത്. അപ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ പോലും ഏകദേശം ഒരേ സംഭവങ്ങളാണ്. അത് സംഭവം എന്ന് വെച്ചാൽ വെള്ളത്തിൽ നിന്നും വരുന്ന, ഞാൻ ഇതിനു മുമ്പ് അവതരിപ്പിച്ചത് അതാണ്. അപ്പം ഇതിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഒരു ചെറുപ്പക്കാരൻ, അയാളുടെ ഒരു ഗ്രാമപ്രദേശത്താണ് അയാളുടെ വീട്. അപ്പോൾ അയാൾ നല്ല അതായത് ദിവസക്കൂലിക്കുള്ള ഏതോ പണിക്കൊക്കെ പോകുന്നതാണ്. അപ്പോൾ കൂട്ടുകാരുമായിട്ടൊക്കെ ജോലിക്ക് പോയിട്ട് വന്നിട്ട് വേറെ മറ്റുള്ള ദുശ്ശീലങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അയാൾ തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷം ഇവരുടെ വീടിൻ്റെ അടുത്ത് ഒരു കുളമോ വലിയ തോടോ എന്തോ ഉണ്ട്. അവിടേക്ക് എല്ലാവരും പോയൊക്കെ ഇരുന്ന് ചൂണ്ടിട്ട് മീൻ പിടിക്കുന്ന ഏർപ്പാടൊക്കെ ഉണ്ട്. വരുന്നിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും അങ്ങനെ ഇന്നത്തെ തലമുറയല്ല, ഇതിന് തൊട്ട് മുമ്പുള്ളതാണ്. കാര്യം വെച്ചാൽ ആ തലമുറയിൽപ്പെട്ടവരൊന്നും ഈ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന മര്യാദയ്ക്ക് വീട്ടിലൊക്കെ തന്നെ ഇരിക്കും. അന്ന് ഈ പറഞ്ഞ കണക്കുള്ള മൊബൈലോ കാര്യങ്ങളൊന്നും വലുതായിട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് അവരൊക്കെ ഒരുവിധമൊക്കെ മൊബൈലുണ്ട്, പക്ഷെ ഇത്രയും പ്രചാരമില്ല. അവർ അതിനകത്ത് സമയം കളയുന്നവരല്ല. വീട്ടുകാരും കൂട്ടുകാരും നാട്ടുകാരും ഒക്കെ ആയിട്ട് സമയം ചെലവഴിക്കുന്നവരാണ്. അങ്ങനെ ഇവർ ഈ പോയിരുന്ന് ഒരു ഭാഗത്ത് ചെന്നിരുന്നിട്ട് ഈ ചൂണ്ടയിടുന്ന പരിപാടിയാണ്. ചൂണ്ടയിട്ട് ചെറിയ മീനുകൾ എന്തൊക്കെ പിടിക്കും. അതിനൊക്കെ പിടിച്ചിട്ട് അവർ വീട്ടിൽ കൊണ്ടുവന്ന് കറി വെച്ചൊക്കെ പാകം ചെയ്തൊക്കെ കഴിക്കുന്ന ഏർപ്പാടൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ദിവസം ഇയാൾ വന്നു, ഇങ്ങനെ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊരു സന്ധ്യാസമയത്തിന് ശേഷം, ജോലിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ്. ചൂണ്ടയിട്ടുകൊണ്ടിരുന്നിട്ട് അപ്പം കുറേ കഴിഞ്ഞിട്ട് ഇയാൾ പിടിക്കുമ്പോൾ ചൂണ്ട വരുന്നില്ല. ശക്തിയായി പിടിച്ചു, അപ്പോൾ ചൂണ്ട വരുന്നുണ്ട്. അപ്പോൾ പിടിച്ച് വന്ന് ഇങ്ങനെ വലിച്ചെടുത്തപ്പോഴത്തേക്കുണ്ട് ഒരു കൂട്ടം പുല്ല്, ഇതിനടിയിലുള്ള വെള്ളത്തിനടിയിൽ കിടക്കുന്ന പുല്ല് എല്ലാം കൂടെയാണ് വന്നത്. അയാൾ അത് എടുത്തിട്ടിട്ട് ഇങ്ങനെ വിടർത്തി നോക്കിയപ്പോൾ അതിനകത്ത് ഒരു തടിപ്പാവ, അതിനകത്ത് പട്ടൊക്കെ ചുറ്റി വെച്ചിരിക്കുന്നു. അതിൻ്റെ ഈ പാവ വെച്ച് വലിയ രൂപമൊന്നുമില്ല, പക്ഷേ കണ്ടാൽ മുഖമാണ് അതെന്നൊക്കെ അറിയാൻ പറ്റുന്ന വിധത്തിലാണ്. അതിൻ്റെ തലയിൽ ഒരു ആണി അടിച്ചിരിക്കുന്നു. ആണിയിൽ കുറേ മുടി ചുറ്റി കെട്ടിയൊക്കെ വെച്ചിരിക്കുന്നു. ചുവന്ന പട്ടവും കൊടുത്തിരിക്കുന്നു. ഇയാൾ പെട്ടെന്ന് പേടിച്ച് ഇയാൾ പുറകിലോട്ട് നിലവിളിച്ചങ്ങ് വീണു. അപ്പോൾ തൊട്ടപ്പുറത്തൊക്കെ വേറെ ഇയാളുടെ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും കൂടി ഓടി വന്ന് നോക്കുമ്പോൾ ഇവൻ ബോധം കെട്ടി കിടക്കുകയാണ്. ഈ അടുത്ത് ഈ സാധനങ്ങൾ കിടപ്പുണ്ട്. പക്ഷെ ഇവരിത് വലിയ കണക്കാക്കിയില്ല. അവനെ എടുത്ത് തട്ടിയൊക്കെ വിളിച്ചു, വെള്ളമൊക്കെ കുടഞ്ഞെടുത്തുകൊണ്ട് പോയി. പക്ഷെ അതിന് ശേഷം അപ്പോഴവന് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു.
അങ്ങനെ കണ്ടു പേടിച്ചു എന്നൊക്കെ പറഞ്ഞത് കണ്ടു വീണ്ടും ഇവരെല്ലാം കൂടെ തന്നെ എടുത്ത് അതിനെ വെള്ളത്തിനകത്ത് ഇട്ടിട്ട് അന്ന് ഇവർ ഈ ഏർപ്പാട് നിർത്തിയിട്ട് തിരിച്ച് വീട്ടിൽ പോയി. പക്ഷെ പിന്നീട് അങ്ങോട്ട് കഴിഞ്ഞു 1 വർഷം വരെ ഇവന് ഒരു കുഴപ്പമില്ല. പക്ഷെ 1 വർഷത്തിന് ശേഷം ഇവന് ചെറിയ പ്രശ്നങ്ങളെന്ന് വെച്ചാൽ ഇവന് വെള്ളം കാണുമ്പോൾ ഇവന് ആത്മഹത്യ ചെയ്യണം തോന്നും. വെള്ളം കണ്ടാൽ ഇവന് ചാടണം. അങ്ങനെ 2-3 ദിവസത്തിൽ ചാടി അങ്ങനെ വിട്ടൊക്കെ എടുത്തു. കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു, പിടിച്ചൊക്കെ എടുത്ത് കരയിലൊക്കെ രക്ഷപ്പെടുത്തി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കും. കൂട്ടുകാരുമായിട്ടുള്ള കമ്പനിയൊക്കെ ഏകദേശം വിട്ട് ആളാകെ അങ്ങ് മാറി പഴയതിനേക്കാളും ഒക്കെ. അപ്പോഴത്തേക്ക് കൂട്ടുകാർ ചോദിക്കും എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഇവൻ പറയുന്നത് എനിക്ക് എപ്പോഴും അന്ന് ചൂണ്ടയിട്ടപ്പോൾ കിട്ടിയ ആ പാവയും അതുമൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അത് എന്നെ നോക്കി ചിരിക്കുന്നുണ്ട്. അപ്പോൾ അത് പിന്നീട് ഇവൻ്റെ ഓർമ്മ വരുമ്പോൾ അതൊരു മനുഷ്യരൂപമാണ്, പാവയല്ല. ഒരു മനുഷ്യരൂപത്തിലാണ് ഇവൻ ചൂണ്ടയിട്ട് പിടിച്ചതെന്നും ചുവന്ന പട്ടുകൊടുത്തിരിക്കുന്നു, പുല്ലൊക്കെ ദേഹത്ത് ഇങ്ങനെ പറ്റിയിരിക്കുന്നു. അത് യവനെ കണ്ട് ചിരിച്ചിട്ട് അതിങ്ങനെ കിടക്കുകയാണ്. ചിരിച്ചിട്ട് എന്നെ കൂടി പെട്ടെന്ന് ഇങ്ങനെ കെട്ടിപ്പിടിച്ച്, ഒരു പുരുഷനാണ്, കെട്ടിപ്പിടിച്ച് അവനിലേക്ക് അടുപ്പിക്കുന്നു. എന്നിട്ട് വെള്ളത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നു. അത് എനിക്ക് ഭയങ്കര രസമാണ്. വെള്ളത്തിലേക്ക് ഇറങ്ങി പോകാൻ എനിക്ക് തോന്നുന്നു. അതിൻ്റെ അടിയിൽ എന്തൊക്കെയോ ഞാൻ ഇഷ്ടപ്പെടുന്ന എന്തൊക്കെയോ വെള്ളത്തിനടിയിലുണ്ട്, പോകണമെന്നുള്ളൊരാഗ്രഹം എൻ്റെ മനസ്സിലേക്ക് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞ് എന്തിനു പറഞ്ഞു. ഏകദേശം 1 വർഷം വരെ ഈ സംഭവത്തിന് ശേഷം 1 വർഷം വരെ അവനൊരു പ്രശ്നമില്ലായിരുന്നു. അതിന് ശേഷമാണ് ഇവന് ഇങ്ങനെയുള്ളൊരു ചിന്താഗതിയൊക്കെ വന്നു തുടങ്ങിയതും. പിന്നെ ഇത് കൂടി പിന്നെ ഒരു ബോധമില്ലാത്തൊരവസ്ഥ. പിന്നീടാണ് ഇവ ഈ കൂട്ടുകാരോട്ടൊക്കെ ഒന്ന് അകന്നു പോകുന്നു, ജോലിക്ക് പോകാതാകുന്നു. ഏത് സമയം നോക്കിയാലും കിണറ്റിൽ ചാടാനോ കുളത്തിൽ ചാടാനോ കടലിൽ പോകാനോ ഒക്കെ ഉള്ള ആഗ്രഹങ്ങൾ. അവിടെ ചെന്നാൽ ഇവ എടുത്ത് ചാടുന്നു. അങ്ങനെ പലപ്പോഴായിട്ട് അവനെ രക്ഷിച്ചൊക്കെ കൊണ്ടുപോകുന്നു. പക്ഷേ ഇവൻ കൂട്ടുകാരോടുള്ള കമ്പനിയൊക്കെ വിട്ടെങ്കിൽ പോലും അവരാരും ഇവനെ ഉപേക്ഷിച്ചില്ല. ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് എൻ്റെ അടുത്ത് കൊണ്ടുവരുന്നത്. എൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് ഇവർ കാര്യം പറഞ്ഞു, ഇന്ന ഒരു വിഷയം വഴി വന്നതാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ അതൊരു പ്രേതബാധ ഒരു നെഗറ്റീവ് തന്നെയാണ്. നെഗറ്റീവ് അല്ല എന്നൊന്നും പറയുന്നില്ല, നെഗറ്റീവ് തന്നെയാണ്. പക്ഷെ അത് യവനിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും അത് മനുഷ്യ ശരീരത്തിലൊക്കെ കടന്നാൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം. അപ്പം അത് എങ്ങനെയാണോ മരണപ്പെട്ടത് അതുപോലെ അത് കയറിയ ഒരു ശരീരത്തിൻ്റെ ഉടമയെ കൂടി കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. പക്ഷെ അതിന് ഞങ്ങൾ വളരെ ശക്തമായി തന്നെ അത് കുറച്ച് ബുദ്ധിമുട്ടിയെങ്കിൽ തന്നെയും അത് വളരെ നീറ്റായിട്ട് അത് ഒഴിവാക്കി കൊടുത്തു. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് സംഭവം ഇത്രയേ ഉള്ളൂ. ഇത്രയെന്നല്ല, അവൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇത് മുഖാന്തരം ഉണ്ടായിട്ടുണ്ട്, ഇത് പിടിച്ചിരുന്ന സമയത്തിന്. അപ്പം അതിനേക്കാളും എനിക്ക് ഇതിനെ പറയാൻ തോന്നിയ കാര്യം, ഇതേ സംഭവം ഇപ്പോൾ ഒരാൾക്കുണ്ടായി. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അടുത്ത് വന്നിരുന്നു എന്ന് പറഞ്ഞാൽ. പക്ഷെ അവന് ഒരു പോറ്റിയുടെ ഒരു മന്ത്രവാദിയുടെ ഒന്നും ആവശ്യം വേണ്ടി വന്നില്ല, ഒരു ഡോക്ടറിൻ്റെ ആവശ്യം വന്നില്ല. അവനത് സ്വയം പ്രതിരോധിച്ചു. അവനും ഇതേ കണക്ക് തന്നെ. പക്ഷെ അവന് കിട്ടിയത് ഇതേ കണക്ക് പാവയും പൂവും എല്ലാം കൂടെ കിട്ടിയ ഒരു കവർ എന്തോ ആയിരുന്നു പൊരിച്ച് വെള്ളത്തിൽ നിന്ന് ഇവൻ ചൂണ്ടയിട്ടപ്പോൾ കിട്ടിയത്. അത് പൊട്ടിച്ച് നോക്കിയപ്പോൾ ഇതൊക്കെ ഉണ്ടായിരുന്നു. അവനൊന്ന് ഭയന്നെങ്കിലും അവനത് കണക്കാക്കില്ല. എന്നിട്ട് പിന്നെ ഇപ്പം തന്നെ ഒരു 1-1.5 വർഷമായി എന്നെ സംഭവിച്ചിട്ട്. ഇപ്പം വേറൊരു ആവശ്യമായിട്ട് വന്നപ്പോഴാണ് അവൻ എൻ്റെ അടുത്ത് ചോദിച്ചത്, ഇങ്ങനൊരു വിഷയം അന്ന് വന്നിരുന്നു, അത് എന്തെങ്കിലും ദോഷമുള്ളതാണോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഈ കഥ അവനോട് പറഞ്ഞില്ല, മുൻപ് ഞാൻ ചെയ്തിട്ടുള്ള സംഭവം. ഞാൻ അങ്ങനെയൊന്നും കുഴപ്പമില്ല, അതൊക്കെ ഒഴിപ്പിച്ച് കളഞ്ഞാൽ വെള്ളത്തിൽ വീഴുമ്പോൾ തന്നെ അതിൻ്റെ ശക്തിയൊക്കെ പോകും, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അവന് പേടിയുണ്ടോ? എനിക്ക് പേടിയൊന്നുമില്ല. അന്ന് എങ്കിൽ പിന്നെ ഞാൻ ഇത്ര നാൾ പേടിക്കണ്ടായിരുന്നു. അങ്ങനെയൊന്നുമില്ല. അപ്പം അങ്ങനെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് അവൻ്റെ മനസ്സിനൊരു ധൈര്യം കൊടുത്തു വിട്ടു. അപ്പം ഈ പ്രേതങ്ങൾ നമ്മളിലേക്ക് പിടിക്കുന്നതിൻ്റെ ഒരു ലക്ഷണമാണിത്. ഇപ്പോൾ ഒരു പ്രേതം നമ്മുടെ മുമ്പിൽ വന്നു നിന്ന് അട്ടഹസിച്ച് ചിരിച്ചിപ്പം നിന്നെ പിടിക്കുമെന്ന് പറഞ്ഞാൽ പോലും, പിടിക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ നീ പിടിക്കുക എന്ന് നമ്മൾ പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു ഭാവത്തോടു കൂടി നമ്മൾ നിന്നാൽ ഇതൊരു ചുക്കും നമ്മൾ ചെയ്യില്ല എന്നുള്ളതാണ്. നമ്മൾ പേടിക്കുമ്പോഴാണ് ഇത് കൂടുതലായിട്ട് വരുന്നത്. അന്ന് ഇവൻ ആദ്യം ഇപ്പം ഞാൻ പറഞ്ഞ സംഭവത്തിൽ അവൻ ഇത് കിട്ടിയ ഉടനെ തന്നെ അവൻ പേടിച്ചു പോയി. ഒരു പാവ, ഒരു തടിയിൽ ഉണ്ടാക്കിയ ഒരു പാവ, അതിനകത്തൊരു പട്ടും ഒരു ആണിയും കുറച്ച് മുടിയൊക്കെ ചുറ്റി വെച്ചിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ സാധാരണ ജനങ്ങൾ പേടിച്ചു പോകുന്നുള്ളതാണ്. പിന്നീട് കുറേ നാളത്തേക്ക് ഇതിനകത്ത് ആ വെള്ളത്തിൽ ചൂണ്ടയിടാനൊന്നും കൂട്ടുകാരന്മാരൊന്നും പോയില്ല, എല്ലാവരും പേടിച്ചു പോയി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുള്ള, നമ്മുടെ ചുറ്റിനും ഇത്രയും ഒരുപാട് നെഗറ്റീവുകൾ, ഒരുപാട് പ്രേതങ്ങളുണ്ട്. ഞാനിതിരുന്നതായി ഈ വീഡിയോ അവതരിക്കുമ്പോൾ എൻ്റെ ചുറ്റിനും എന്നെ കൊതിയോടുകൂടി നോക്കി നിൽക്കുന്ന ഒരുപാട് പ്രേതങ്ങളുണ്ടായി. എങ്ങനെയെങ്കിലും ഇങ്ങനെ അകത്തൊന്ന് കയറിയെങ്കിലോ എന്നുള്ളത്. പക്ഷേ അവരൊന്നും ഇന്ന തലവ് തന്നെ താമസിച്ചിരുന്നാൽ പോലും നടക്കില്ല എന്നുള്ളതാണ്. അപ്പം എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും സാധിക്കും. കാരണം പ്രേതമെന്ന് പറഞ്ഞാൽ നമ്മളെ പിടിക്കുമ്പോൾ മാത്രമല്ല
നമ്മുടെ അടുത്ത് വരുന്നത്. ഞാൻ പറഞ്ഞു ഇപ്പം ഞാൻ ഇരിക്കുന്നു, ലക്ഷക്കണക്കിനായിരിക്കും നാലുപാട് നോക്കി നിന്ന് ഇങ്ങനെ നിൽക്കുന്നത്, കൊതിയോടുകൂടി നിൽക്കുന്നത്. അതുപോലെ നിങ്ങൾ ഓരോരുത്തരും യാത്ര ചെയ്യുമ്പോൾ ഇത് കൂടെ കാണും. കാര്യം മനുഷ്യനുണ്ടെങ്കിൽ പ്രേതങ്ങൾ അന്തരീക്ഷത്തിലുണ്ട്. മരണപ്പെട്ടു പോകുന്ന, മോക്ഷപ്രാപ്തി കിട്ടാത്ത മനുഷ്യരുടെ ആത്മാക്കളാണ് പ്രേതങ്ങളെന്ന് പറയുന്നത്. മോക്ഷപ്രാപ്തി കിട്ടിയാൽ അവരൊരിക്കലും മനുഷ്യനെ വിഷമിപ്പിക്കാറില്ല, ദ്രോഹിക്കാറില്ല, ഉപദ്രവിക്കാറില്ല. പക്ഷേ മോക്ഷപ്രാപ്തി കിട്ടാതെ നിൽക്കുമ്പോൾ അതെല്ലാം പ്രേതാത്മാക്കളാണ്. അങ്ങനെയുള്ളതിനാണ് പ്രേതാത്മാക്കളെന്ന് പറയുന്നത്. അത് അന്തരീക്ഷത്തിൽ ഒരുപാടുണ്ട്. അങ്ങനെ ഉള്ളതെല്ലാം നമ്മുടെ ചുറ്റിനും നിൽക്കും. പക്ഷേ എപ്പോഴാണോ നമ്മുടെ മനസ്സിൻ്റെ നിയന്ത്രണം നമുക്ക് വിട്ടുപോകുന്നത്, ആ ഒരു സെക്കൻഡിന് 60 ഭാഗിച്ച ഒരു സമയം മതി നമ്മുടെ ഉള്ളിലേക്ക് കയറി. അപ്പോൾ കയറിയാൽ ഇപ്പം പ്രേതം കയറി എന്ന് നമ്മൾ അറിയാൻ പറ്റും? ഒരിക്കലുമില്ല. നമ്മൾ പോലും അറിയില്ല. ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കാം അത് അതിൻ്റെ ഒരു നമ്മളിലേക്ക് വന്നു എന്നുള്ള ലക്ഷണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ചിലപ്പോൾ ആ സ്പോട്ടിൽ തന്നെ അറിയാൻ പറ്റുന്ന കേസുകളുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് കേസ് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലായിടത്തും അങ്ങനെയൊന്നും സംഭവിക്കാറില്ല. 100 150 കേസ് വരുമ്പോൾ ഒന്നായിരിക്കാം ചിലപ്പോൾ കണ്ട് പേടിച്ച ഉടൻ തന്നെ അത് നമ്മളിലേക്ക് പ്രവർത്തിക്കുന്നത്. അതിനൊക്കെ ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രേതത്തിന് ഒരിക്കലും നമ്മൾ ഭയപ്പെടരുത്. അത് വെറും ഒരു കാറ്റ് പോലെ, ഒരു കാറ്റ്, ഒരു ചെറിയൊരു ഒരു 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 എന്താണ് ഒരു മുടിയെ പോലും ചലിപ്പിക്കാനുള്ള ശക്തി അതിനില്ല. അതിന് ശക്തി കിട്ടുന്നത് ഒരു മനുഷ്യ ശരീരത്തിലേക്ക് കയറി ആ മനുഷ്യൻ്റെ മനസ്സിനെ അത് സ്വാധീനിച്ച് അതൊരു ഡ്രൈവറായി മാറും. നമ്മുടെ ശരീരം ഒരു വാഹനവും ഈ വാഹനത്തെ നിയന്ത്രിക്കുന്ന ഡ്രൈവറായി അത് മാറുന്ന സമയത്തിനാണ് നമുക്കത് ദോഷകരമായി വരുന്നത്. പക്ഷെ അത് ഓടി വന്നൊന്നും നമ്മുടെ ശരീരത്തിൽ ഒരിക്കലും കയറില്ല. നമ്മൾ ഭയപ്പെടുന്ന സമയത്തിനാണ്. അപ്പം അങ്ങനെ ഭയമുള്ളവരെന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും പോകാതിരിക്കുക. അധികമായി നമ്മൾ പേടിക്കുന്ന ഇതുപോലുള്ള സംഭവങ്ങളൊന്നും കാണാതിരിക്കുക. എന്ന് വെച്ചാൽ ആൾക്കാരുടെ ഇഷ്ടം എന്തെന്ന് വെച്ചാൽ പേടിയുണ്ട്, പേടിച്ച് അവർ മൂത്രം ഒഴിക്കും. പക്ഷേ എന്നാലും തലവഴിയെ മൂടി 2 കണ്ണ് മാത്രം പുറത്ത് കാണിച്ചുകൊണ്ട് ഇതുപോലുള്ള സംഭവ കഥകളോ അതുപോലുള്ള സിനിമകളോ ഒക്കെ ഇവർ കണ്ട് പേടിച്ച് വിറച്ച് പനി പിടിച്ച് മരുന്ന് വാങ്ങിച്ച് കഴിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്നാലും അവർ ഇത് കാണും എന്നുള്ളതാണ്. പക്ഷെ ധൈര്യം വേണം. കാണുന്നവർ ഇതൊക്കെ കാണണം, ഇതെല്ലാം കാണണം, കണ്ട് വേണം നമ്മൾ നമ്മുടെ ധൈര്യം സംഭരിക്കാനായിട്ട്. അപ്പം ഞാനിത് എടുത്തെടുത്ത് പറയുന്ന കാര്യം, മനുഷ്യനുള്ളിടത്തെല്ലാം പ്രേതങ്ങളുണ്ട്. ഈ പ്രേതങ്ങൾ നമ്മളിലേക്ക് കയറാതിരിക്കാൻ നമ്മളൊരു അകലം പാലിക്കുക, ഒന്ന് സൂക്ഷിക്കുക. ഇത്രയും നമ്മൾ ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ എൻ്റെ ചാനൽ കൂടി വിശദമായി ഓരോരോ സംഭവങ്ങളും അതിനോടൊപ്പം ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങളും ഇത് നമ്മൾ അനുസരിച്ച് മുന്നോട്ട് പോയാൽ ഒരു കാരണവശാലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു പ്രേതം പിടിക്കില്ല. ഒരു കാര്യം കൂടി പറയാം, പ്രേതം പിടിച്ചാൽ നമുക്കതിനെ ഒഴിപ്പിക്കാം. അതുകൊണ്ട് നമ്മൾ അതിനെ ഭയപ്പെടരുത്. പക്ഷെ നമ്മളെ കൂടെയുള്ള മനുഷ്യരെ തന്നെ നമ്മൾ ഭയപ്പെടണം. അതൊന്നും പിടിച്ചാൽ പോവുകയില്ല. പിടിച്ചാൽ നമ്മുടെ എന്താണ് പറയുന്നത്, നമ്മുടെ സകലതും കവർന്നുകൊണ്ട് തന്നെ പോവുകയും ചെയ്യും. അപ്പോൾ പ്രേതത്തിനെയല്ല നമ്മൾ കൂടുതലായി ഭയപ്പെടേണ്ടത്. പ്രേതത്തിന് നമ്മൾ ഭയപ്പെടണം. പക്ഷേ നമ്മളെ മനുഷ്യനെ തന്നെ പേടിക്കണം. പ്രേതത്തിനേക്കാളും ഭയാനകമാണ് മനുഷ്യനെന്ന് പറയുന്നത്. ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ചിട്ട് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമിദോഷമോ പ്രേതബാധ ദോഷങ്ങളോ ശത്രുദോഷങ്ങളോ എന്തെങ്കിലും ഉണ്ട്, അങ്ങനെയൊക്കെ ഉള്ളത് ഞാൻ നേരിട്ട് അവിടെ വന്ന് കണ്ടാലേ അത് പൂർണ്ണമായും കണ്ട് വ്യക്തമായിട്ട് അതിനൊന്ന് പരിശോധിച്ച് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പർ വിളിച്ചോളൂ. അതിന് ഏത് ജില്ലയിലാണെങ്കിൽ മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിൽ സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനെ ഞാൻ പൂർണ്ണമായും മാറ്റിത്തിരിക്കുകയും ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് നേരിട്ട് വരാം. ജ്യോതിഷം അറിയാനായിട്ട് ഓൺലൈൻ വഴി മാത്രമല്ല, നേരിട്ട് വന്നാൽ നമുക്ക് നേരിട്ടിരുന്ന് പരസ്പരം ഇരുന്ന് നമുക്ക് ജ്യോതിഷം നോക്കി നിങ്ങളുടെ സംശയങ്ങളെല്ലാം തീർത്ത് മനസ്സിലാക്കിയിട്ട് പോകാം. അതിന് നിങ്ങൾ തിരുവനന്തപുരത്താണ് വരേണ്ടത്. അങ്ങനെ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക. ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഇത് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5:30 മണി വരെ നിങ്ങൾക്ക് ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം. നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ മൂത്ത മകള് ഒരു ബിസിനസ് തുടങ്ങിയിരിക്കുന്നത് ഓൺലൈൻ ബിസിനസ്സാണ്. നിങ്ങൾ ആവശ്യപ്പെടുന്ന
ഡിസൈനുള്ള തുണികൾ, സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള തുണികൾ തയ്ച്ച് കൊറിയറിൽ അയച്ചു തരുന്ന ഒരു സംവിധാനമാണ്. കുറച്ച് വിപുലമായിട്ടാണ് ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. ഈ കാണിക്കുന്ന ഈ സൈറ്റിൽ നിങ്ങൾ കയറി നോക്കുക. ഇതിനകത്ത് ഒരുപാട് മോഡലുകൾ കാണിച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ തീർച്ചയായിട്ടും ഓർഡർ തരണം. ഒരുപാട് പേര് ഞങ്ങൾക്ക് ഓർഡർ തരുന്നുണ്ട്. നിങ്ങളും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓർഡർ തന്ന് ഞങ്ങളെ സഹായിക്കണം. അത് കൊറിയറിൽ നിങ്ങളുടെ വീട്ടിലേക്ക് അയച്ചു തരും. വിശദമായിട്ടുള്ള വിവരങ്ങളൊക്കെ, അത് ഡിസൈനിനെ കുറിച്ചുള്ള സകല കാര്യങ്ങളും ഇതിനകത്തുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ഓർഡർ തന്ന് ഞങ്ങളെ സഹായിക്കുക.